അങ്ങനെ ഒരു മഹാകവിയുടെ കവിതത്തില് അദ്ദേഹത്തിന്റെ ഉത്തുംഗ വചസ്സുകള് ശ്രവിച്ച നിങ്ങൾക്ക് ഇനിയൊരു വാക്സഹനത്തിന് ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ മാതിരി വാഗ്മിതയുടെ മഹാശിഖരത്തിൽ നിന്നിനി മുകളിലേക്ക് ഒരാൾക്കും ഉയരാൻ കഴിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഒരനുബന്ധം എന്ന മട്ടിൽ പറയുക മാത്രമാണ് എനിക്ക് അവശേഷിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് അല്പനിമിഷങ്ങൾ സംവദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അധ്യക്ഷൻ, അതുപോലെ നമ്മളുടെ ഏറെ സമാദരണീയനായ കവി, ഞാൻ പേര് ചൊല്ലുന്നില്ല, കാരണം ഗുരുക്കന്മാരുടെ പേരധികം പറയുന്നത് നല്ലതല്ല എന്നുള്ള മട്ടിൽ, അതുപോലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു സാറും ഞാനുമായുള്ള ബന്ധം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ച് ഒരു സാറിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സമ്മതിക്കുകയായിരുന്നു. ഞാനത് കഴിഞ്ഞ് ആലോചിച്ച്, ഞാൻ എന്തിനാണ് സമ്മതിക്കുന്നത്, ഞാൻ എന്തറിഞ്ഞിട്ടാണ് ഈ സമ്മതം മൂളിയെന്നുള്ളത്. പക്ഷെ ചിലതൊക്കെ വിധിയുടെ നിയമങ്ങൾ പോലെ നാം അനുസരിക്കേണ്ടതുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത്. സത്യത്തില് കോഴിക്കോട് നിന്ന് ഇവിടേക്ക് ഒരു സാറിനെ പറ്റി പറയാൻ ഒരവസരം ലഭിച്ച വിധി നിയോഗം ഓർത്ത് ഞാൻ യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലരൊക്കെ കടന്നു വരുന്നത് നാം ആരും അറിഞ്ഞിട്ടോ സമ്മതം മൂളിയിട്ടോ അല്ല. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അതുല്യ പ്രതിഭയാണ് ഒരു സാർ. യഥാർത്ഥത്തില് വിധി നമുക്ക് വേണ്ടി കാത്തുവെച്ച ഭാഗ്യങ്ങൾ ഓർത്ത് നാം ശരിക്കും വിനീതരാകണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആ വിധിയുടെ സൗഭാഗ്യം ആസ്വദിച്ച ആളാണ്. വളരെ ചെറുപ്പത്തില് എൻ്റെ അടുത്തേക്ക് ഒരു കാരണവര് 70 വയസ്സുള്ള ഒരാള് ഒരിക്കൽ ഒരു 9 വയസ്സുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോടല്ല നേരിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞു, ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ വൈദ്യ ജോലി ഉപേക്ഷിച്ച് എന്തിനെന്നറിയാത്ത മട്ടിൽ എന്നെ സംസ്കൃതം പഠിപ്പിച്ചു. ഞാൻ പിന്നീട് എത്രയോ കാലം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞ് അറിയുന്നത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്. ആ ഒരു ഗുരു പാരമ്പര്യത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ശക്തി എന്താണ് എന്നറിഞ്ഞുകൂടും. അതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അസാധാരണനായ ഒരു മഹാമേരി വന്ന് വിളിക്കേണ്ടുന്ന ഒരു ആചാര്യനാണ് വാസുദേവൻ പോറ്റി സാർ. പോറ്റി സാറ് ഞങ്ങൾ MA പഠിക്കുന്ന അവസരത്തിൽ പഠിപ്പിക്കാനായിട്ട് വന്നു. അതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യം ഇതാണ്: MA 1-ാം വർഷം പഠിക്കുമ്പോൾ ഞാനൊരു പരാതി ആരും അറിയാതെ അന്നത്തെ VC-ക്ക് അയച്ചു. ആ പരാതി ഇതായിരുന്നു, ആ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ പരാതി ഇതായിരുന്നു: ഇതിലും നല്ല അധ്യാപകരെ നമുക്ക് വേണം എന്നായിരുന്നു ആ പരാതി. ഏതായാലും VC ഒരു ദിവസം ഏറ്റുമാനൂർ വന്നു. ഏറ്റുമാനൂർ വന്നിട്ട് അവിടെ ഒരാളോട് പറഞ്ഞു, ആ പരാതി തന്നയാളിനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രത്തില് 3 മണിയായപ്പോൾ നമസ്കരിക്കാനായിട്ട് വരുന്ന വേളയിൽ ആ പരാതിക്കാരന് വന്ന് കാണാം എന്നൊരു അനുവാദമാണ് കിട്ടിയത്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. എന്നോട് അല്പം ദേഷ്യത്തിൽ എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. നീ ആരാണ് പരാതി കൊടുക്കാൻ എന്ന മട്ടിൽ, അധ്യാപകരെതിരെ പരാതി കൊടുക്കാൻ എന്ന മട്ടിൽ അദ്ദേഹം സംസാരിച്ചു. അന്നത്തെ ഒരു ഇച്ഛാശക്തിയുടെ ബലത്തിലാകും ഞാൻ പറഞ്ഞു ഒരു ശിഷ്യന്റെ അവകാശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സെന്ററിലേക്ക് ഒരു പുതിയ അധ്യാപകൻ വന്നു. അങ്ങനെയാണ് വാസുദേവ് പൂറ്റി സാറിനെ പരിചയപ്പെടുന്നത്. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു വാസുദേവ് പൂറ്റി സാറിന്റെ ആ ഒരു, എന്റെ അപരാധം കൊണ്ടാകാം വാസുദേവ് പൂറ്റി സാറുമായിട്ട് എനിക്ക് പരിചയം സംഭവിക്കുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഞാൻ സെന്റർ ഫോർ വേദ സ്റ്റഡീസില് ഇങ്ങനെ ആചാര്യസ്വാമികളുടെ കൃതികൾ മുഴുവൻ വായിക്കുന്ന ഒരു ജോലി എനിക്ക് കിട്ടി. ശങ്കരാചാര്യസ്വാമികളുടെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. അത് മുഴുവൻ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടൊന്നും മനസ്സിലായില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അന്ന് അവിടെ എന്നോടൊപ്പം, അല്ലെങ്കിൽ ഞാൻ ആരോടൊപ്പമാണ് ഇരുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് വാസുദേവ് പൂറ്റി സാർ. അതിൽ പേടിയോടുകൂടിയാണ് വാസുദേവ് പൂറ്റി സാറിനെ ഞാൻ സമീപിക്കുന്നത്. പക്ഷെ അന്നത്തെ അഹങ്കാരം വെച്ച് അങ്ങനെയാണല്ലോ, പൂറ്റി സാറിനൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് ഒരു തലക്കരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അസാധാരണനായ ആ മനുഷ്യനെ കണ്ടുമുട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. എൻ്റെ കണ്ണുകളെ അദ്ദേഹം എത്രയോ വട്ടം തെളിയിച്ചു. എത്രയോ വട്ടം വെളിച്ചം കാണാതെ കണ്ണുകൾ അടയ്ക്കുന്ന എൻ്റെ കണ്ണുകൾ ആ മനുഷ്യന്റെ മുമ്പിൽ ആ വെളിച്ചം കണ്ട് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് അങ്ങ് ഇടപഴകി സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് വിധി തന്നു. 2 വർഷം എന്തും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് സത്യത്തിലെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. ആചാര്യസ്വാമികളെ സംബന്ധിച്ച് പല തർക്കങ്ങളും ഞങ്ങൾ നടത്തുമായിരുന്നു. പല തർക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തർക്കങ്ങൾ നടത്തുന്നപ്പോൾ എന്റെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമായിരുന്നു. പക്ഷേ പൂറ്റി സാർ എല്ലാം കേട്ടിരിക്കുമായിരുന്നു എന്നുള്ളത് എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തുക. പൂറ്റി സാർ എല്ലാം കേട്ടിരിക്കുമായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ ശാസിച്ചിട്ടില്ല. അല്ലാതെ സ്നേഹവും വാത്സല്യവും ആ കാർക്കശ്യം വെച്ച് പുലർത്തുന്ന മനുഷ്യൻ എന്നോട് കാണിച്ചു എന്നുള്ളത് വിധിയുടെ ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്നെ അദ്ദേഹം നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് രാവിലെ 3 മണിക്ക് നീ എഴുന്നേൽക്കണം ഇനി മുതൽ എന്ന് പറയുമായിരുന്നു. അങ്ങനത്തെ ശീലം എനിക്കില്ല, എന്നാലും അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം സ്വയം ആത്മോപമ്യേന എന്ന് ഗീതയെ പറയുമല്ലോ, ആത്മോപമ്യേന സർവത്ര. ആത്മാവിനെ തന്നെ ഓമിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കും, ഞാൻ ശ്രീകണ്ഠേശ്വരനെ പോയി നമസ്കരിക്കും എന്ന് അദ്ദേഹം ഞാൻ ചെയ്യാനെന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംസ്കൃതം പഠിപ്പിച്ച ആൾ തുടങ്ങിയത് 9 വയസ്സിൽ തുടങ്ങിയത് ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം പിന്നെ ശബ്ദരൂപങ്ങളും ധാതുരൂപങ്ങളും പഠിപ്പിച്ചിട്ട്, ശ്രീരാമതന്ത്രവും ശ്രീകൃഷ്ണവിലാസവും പഠിപ്പിച്ചിട്ട് പിന്നെ പഠിപ്പിച്ചത് ഭഗവത്ഗീതയാണ്. ഈ ഭഗവത്ഗീത മാത്രമാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ 18 അധ്യായങ്ങളും പഠിപ്പിച്ചത്. ഒരു 12 വയസ്സായപ്പോഴേക്കും ഈ 18 അധ്യായങ്ങളും പുള്ളി പഠിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നിന്നെ പഠിപ്പിക്കേണ്ടതില്ല, സ്വയം പഠിക്കാൻ യോഗ്യനായി, ഇനി പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു കൃതിയിലേക്ക് പെട്ടെന്ന് പരിവർത്തനം നടത്തും. പക്ഷെ ഒരു 15 വയസ്സായപ്പോ ഒരു ദിവസം അദ്ദേഹം എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയാണ്. എന്താണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എനിക്ക് അദ്ദേഹത്തോടൊന്നും എതിരെ പറയാനാവൂല, കാരണം അത്രമാത്രം സ്നേഹമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ സന്യസിക്കണം എന്ന് പറഞ്ഞു. അപ്പോ സന്യസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അല്ലാതൊരു തർക്കവും ഇല്ലായിരുന്നു ആ കാലത്ത്. ഇന്നിപ്പം തർക്കമുണ്ട്. കാരണം ഇന്ന് എനിക്ക് സ്വയം ചിന്തിക്കുമ്പോൾ മനസ്സിലായത് അതിനുള്ള പക്വത എന്നിൽ രൂപപ്പെട്ടിട്ടേ ഇല്ലെന്നുള്ള സത്യമാണ്. അന്ന് പക്വത ഇല്ലാത്തത് കൊണ്ടാകാം സന്യസിക്കാൻ താല്പര്യമായിരുന്നു. പക്ഷെ ഞാന്
ആലോചിച്ചു ആരുടെ പുറകെ ഞാൻ പോകും. കാരണം ഗീത പഠിപ്പിച്ചപ്പോൾ പ്രജഹാതി യഥാ കാമൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതുച്യതേ ദുഃഖേഷു അനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധഃ സ്ഥിതധീർ മുനിരുച്യതേ എന്നൊക്കെയാ പഠിച്ചിരിക്കുന്നത്. യേഷാഭ്യാമീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഇത് പഠിച്ച ഞാന് ആരുടെ പുറകെ സന്യാസത്തിന് പോകും എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. പക്ഷെ എനിക്കതുകൊണ്ട് സന്യസിക്കാൻ കഴിഞ്ഞില്ല. സർവ്വതും തിരിച്ചു നടത്തുന്ന സന്യാസം സാധ്യമാവുമോ, അല്ലെങ്കിൽ എൻ്റെ ഇംഗിതത്തിന് അങ്ങനെ ഒരു മാതൃക കിട്ടുമോ എന്നറിയാതെ ഞാൻ സന്യസിച്ചില്ല. പക്ഷെ ഞാൻ ഭയപ്പെട്ടിരുന്നു സന്യാസത്തെ. അങ്ങനെ ഞാൻ ഭയപ്പെട്ടിട്ട് ഒരാളെ ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് സാക്ഷാൽ നിത്യചൈതന്യയതി. അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഞാൻ ഒരിക്കൽ പോലും പോയിട്ടില്ല. അദ്ദേഹത്തിന് കത്തുകൾ അയച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു കത്ത് ഒരിക്കലും അയച്ചു. നിന്റെ ഈ കത്ത് കിട്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നിന്റെ ഈ കത്ത് വായിച്ചിട്ടാണ് എന്ന് എനിക്ക് മറുപടി അയച്ചു. ആ കത്ത് കിട്ടി അന്ന് വൈകുന്നേരം അങ്ങയെ പ്രയാസപ്പെടുത്താനല്ല ഞാൻ ഈ കത്ത് എന്ന് മറുപടി തിരിച്ചയച്ചു. അത് കിട്ടിക്കാണൂ എന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമാധിയായി. അപ്പോ യതിയെ കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചത് എന്നെങ്കിലും ഞാൻ സന്യാസിയായി പോകാവൂ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സന്യാസത്തിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭയപ്പാടും, എന്നാൽ അതിനോടുള്ള ഒരു അഭിനിവേശവും ഒപ്പം നിലനിന്ന് എനിക്ക് മനസ്സിലാവുക. ഇന്നിപ്പോ ആലോചിക്കുമ്പോ അതിനൊരിക്കലും യോഗ്യനല്ലായിരുന്നല്ലോ ഞാൻ, അല്ലേ? അമനീഭാവങ്ങൾ സമ്പാദിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ആ യോഗബോധത്തിന്റെ നിരുദ്ധ ഭൂമികൾ താണ്ടാൻ ആർക്ക് കഴിയും? അത് സാധ്യമല്ലല്ലോ. ഓരോ ദിവസവും അത് ചെയ്ത് പരാജയപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഈ മുടങ്ങ് ഓരോ ദിവസവും ഞാൻ ധ്യാനിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഒരിക്കലും ധ്യാനത്തിന് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഞാൻ ധ്യാനത്തിന്റെ ലോകങ്ങളിലേക്ക് ചെന്നെത്താൻ യോഗ്യനേ അല്ല എന്നുള്ള മട്ടിൽ. പക്ഷെ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാനാവാത്ത വണ്ണം ഒരു പ്രലോഭനവും ഇങ്ങനെ കുടിയും കിടക്കുകയാണ്. ഏതായാലും ഈ ഒരിക്കല് എന്നോട് പോലീസുകാരെ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുക. MS ശാസ്ത്രികളെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. MS ശാസ്ത്രികൾ എൻ്റെ ഗുരുവും കൂടിയാണ് എന്ന് പോലീസുകാർ പറഞ്ഞു. പക്ഷേ MS ശാസ്ത്രികൾ സാഗരമാണ്. എനിക്ക് അത്രയും ഉയരാൻ ആഗ്രഹിക്കാമെന്നല്ല, അത് പറ്റിയിട്ടില്ല എന്നാണ് MS ശാസ്ത്രികളെ പറ്റി പറഞ്ഞത്. പക്ഷെ എന്നോട് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. MS ശാസ്ത്രികൾ സാഗരമാണെങ്കിൽ സന്തോഷം, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരായിരിക്കുമെന്ന്. ഞാൻ ഉടനെ ജിജ്ഞാസയോട് കൂടി ചോദിച്ചു, ആരായിരിക്കും അദ്ദേഹത്തെ നയിച്ചവൻ? അദ്ദേഹം എന്ന് പറഞ്ഞ പേര് ബാലരാമ പണിക്കർ എന്നാണ്. MS ശാസ്ത്രികൾ സാഗരമാണെങ്കിൽ 2 3 സാഗരങ്ങൾക്ക് തുല്യമാണ് ബാലരാമ പണിക്കർ എന്നാണ്. ഞാൻ വേറെ ഒരിടത്തും കേട്ടിട്ടില്ല കേട്ടോ. ബാലരാമ പണിക്കർ എന്നാണ് എന്നോട് പോലീസുകാർ പറഞ്ഞത്. ഞാൻ പിന്നീട് നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ പോയപ്പോഴൊക്കെ ബാലരാമ പണിക്കരെ പറ്റിയൊക്കെ അവിടെ പലർക്കും അറിയാം. കാശിയില് മഹാവിദ്വൽ സദസ്സുകളില് അനർഗളം മഹാപ്രതിഭകൾ സംസാരിക്കുന്ന മട്ടിൽ സംസ്കൃതത്തിൽ സംഭാഷണം ചെയ്യുന്ന പ്രതിഭയായിരുന്നു ബാലരാമ പണിക്കർ. നിങ്ങള് ശ്രീനാരായണ വിജയം മാത്രം വായിച്ചാൽ മതിയാവും ആ പ്രതിഭയുടെ കനം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ കഴിയുന്ന വേളയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്നോട് അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: സംസ്കൃത പുസ്തകങ്ങൾക്ക് തർജ്ജമയല്ല വേണ്ടത്, വ്യാഖ്യാനങ്ങളാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അല്പാക്ഷരം അസന്ധിഗ്ധം സാരവത് വിശ്വതോ മുഖം അസ്തോഭം അനവദ്യഞ്ച എന്നാണല്ലോ മഹാവിദ്വാൻമാരുടെ സമാധി ഭാഷയുടെ നിയമങ്ങൾ. ആ നിയമങ്ങളെ നമുക്ക് ഒരിക്കലും പരിഭാഷയിലൂടെ പറയാൻ ഒക്കില്ല. മറിച്ച് വിശ്വതോമുഖമായിട്ട് നാം അതിനെ വ്യാഖ്യാനങ്ങൾ നടത്തണം. ആഖ്യാന സാഹിത്യമാണ് സംസ്കൃതത്തിന്റെ ബോധതലങ്ങളെ അറിയാനുള്ള, അത് പ്രസരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് ഒരു സാറ് എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും വാസ്തവത്തില് ആഖ്യാനങ്ങളാണ്, ഭാഷ്യങ്ങളാണ്. ആ ഭാഷ്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം രചിച്ചത് എന്നോട് ഈ പറഞ്ഞ അഭിപ്രായം മുൻനിർത്തി ആയിരുന്നിരിക്കും. ഞാന് അദ്ദേഹത്തെ കാണുന്നത് എത്രയോ
അദ്ദേഹം വൃദ്ധനാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പല രചനകളും പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും താൻ തന്റെ ആഖ്യാനത്തില് തന്റെ രചനയില് അനുഷ്ഠിക്കുന്ന നിയമം ഇതാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് 2 വർഷം കഴിഞ്ഞ്, ഒരു 3 വർഷം കഴിഞ്ഞ് തിരുവനന്തപുരം വിടാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ എൻ്റെ ഗവേഷണത്തിലേക്ക് തിരിഞ്ഞ സമയത്ത് എനിക്കൊരു കൃതി പഠിക്കണമായിരുന്നു. ആ കൃതി തത്വപ്രദീപിക എന്ന് പറയുന്ന ഒരു കൃതിയാണ്, കീറാമുട്ടിയായ ഒരു കൃതിയാണത്. ആ പുസ്തകം എന്തോ ഒരു അഹങ്കാരം കൊണ്ടാണ് ഞാനത് പഠിക്കാനായിട്ട് ഇങ്ങനെ എടുത്തത്. അപ്പോ ഞാൻ പോറ്റി സാറോട് ചോദിച്ചു, സാറ് പഠിപ്പിക്കില്ലേ? ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, പലതവണ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പോറ്റി സാറ് പിന്നീട് സമയം കുറവാണല്ലോ സന്തോഷേ, ശരിയായിരിക്കാം, പോറ്റി സാറിന് അത്ര കണ്ട് സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ബഹുകാര്യ വ്യഗ്രത ഉണ്ടായിരുന്നു. അനേകം ആളുകൾ അദ്ദേഹത്തോട് സംവദിക്കാൻ ഇടയ്ക്കൊക്കെ വരും. അപ്പോ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു അധ്യാപനം എനിക്ക് അവിടെ വെച്ച് നഷ്ടപ്പെടുക. അപ്പോൾ ഞാന് വളരെ വിഷാദമുഖനായി. കാരണം ഈ കൃതി ഞാൻ പലവട്ടം വായിച്ചു നോക്കി, ഒന്നും മനസ്സിലാകുന്നില്ല, അല്ലെ? അത് വല്ലാത്തൊരു കീറാമുട്ടിയായ കൃതിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോ ഞാൻ ആകെ വിഷാദമൂകനായി. എന്റെ പഠനമൊന്നും ഇനി മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഹിമാലയത്തിലെ സന്യാസിയാണ്, അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചു. എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന്. ഒരു മറുപടിയും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ കത്തയച്ചത്. പക്ഷെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, ഇതിവിടെ പഠിപ്പിക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 2 സന്യാസിമാരെ കണ്ടു. അതിലൊരു സന്യാസി പറഞ്ഞു, എന്റെ ചെറുപ്പത്തിൽ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ്, അതുകൊണ്ട് ഇനി പഠിപ്പിക്കാൻ താല്പര്യം അത്ര കണ്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് എന്നെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സംസാരിച്ചു, എന്റെ കാര്യം അദ്ദേഹം ഉയർത്തി. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു അവധൂതചര്യയെ അനുഷ്ഠിക്കുന്ന ആളാണ്, ഓരോ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അയാൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഒപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇത് രണ്ടും അത്ര കണ്ട് അസാധ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ എൻ്റെ സുഹൃത്ത് എനിക്ക് കത്തയച്ചു, അവരിങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ആ കത്തിന് വേണ്ടി അടിയില് അദ്ദേഹം 2-3 സെന്റൻസ് എഴുതി വെച്ചിരുന്നു. അതിൽ രണ്ടാമത്തെ സന്യാസി എന്നോട് അയാളോട് ഉപദേശിക്കണം, ഇത് പഠിക്കാനായിട്ട് ഇവിടം വരെയും വരേണ്ടതില്ല. എന്റെ ക്ലാസ്സിൽ ഇരുന്ന ഒരു വിദ്വാൻ കേരളത്തിലുണ്ട്, അയാളെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വിദ്വാനെ തേടി പോയി. അത് പന്മന ആശ്രമത്തിലുണ്ടായിരുന്ന കൈവല്യാനന്ദ സ്വാമിയായിരുന്നു ആ പ്രതിഭ. ഞാൻ കൈവല്യാനന്ദ സ്വാമിയെ പോയി കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ തത്വപ്രദീപി ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 2 മണിക്കൂർ നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ തന്നിട്ട് പറഞ്ഞത്, സന്തോഷേ, നിനക്ക് യാതൊരു ഗതിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. ആരും നിന്നെ നിന്റെ കൈ പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, പേടിക്കണ്ട. പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ, ഞാൻ ആരുടെ ക്ലാസ്സിലാണോ ഇരുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ കേരളത്തിലുണ്ട്. കാശിയില് ഞാൻ പല മട്ടിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അയാളെ ഒന്ന് പോയി കാണണം, ആ ഗുരുവിനെ ഒന്ന് പോയി കാണണം, അദ്ദേഹം വിസമ്മതിച്ചാൽ ഞാൻ നിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാന് കാലടിയിലെ രാമകൃഷ്ണ ഭട്ട് സാറിന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. രാമകൃഷ്ണ ഭട്ട് സാറിന്റെ ക്ലാസ്സില് കാശിയില് കൈവല്യാനന്ദ സ്വാമിയിൽ ഇരുന്നിട്ടുണ്ട് എന്നാണ് എന്നോട് സ്വാമി പറഞ്ഞത്. ഭട്ട് സാറിനെ കണ്ടു. ഭട്ട് സാറോട് ഞാൻ പറഞ്ഞു, പോറ്റി സാറുമായിട്ടൊക്കെ കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഇപ്പോ റിസർച്ച് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്, സാറിന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ എന്നോട് അദ്ദേഹം ചോദിച്ചത്, എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഇപ്പോ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചെറിയൊരു വരുമാനമുണ്ട്, ആ വരുമാനം കളഞ്ഞിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരികയേ വേണ്ട, നിനക്ക് എന്നാണോ JRF കിട്ടുന്നത് അന്ന് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ കാലേ വീഴാൻ തുടങ്ങിയപ്പോ, കാലേ വീഴൊന്നും വേണ്ട, ഓക്കോ, എന്ന് JRF കിട്ടുമോ അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ദൈവാധീനം എന്ന് പറയട്ടെ, ആ വർഷം JRF കിട്ടി. ഞാൻ പോറ്റി സാറിനെ രാമകൃഷ്ണ ഭട്ട് സാറിനെ ഈ JRF കിട്ടിയ അവസരത്തില് ആ ദിവസം തന്നെ വൈകുന്നേരം വിളിച്ചു, സാറേ എനിക്ക് JRF കിട്ടി, നാളെ പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് തത്വപ്രദീപിക പഠിക്കാൻ ഇടവന്നത്.
അപ്പോ ഈ പൊരുസാറിന്റെ അദ്ദേഹമായിട്ടുള്ള വേർപിരിയൽ ഒരർത്ഥത്തില് നല്ലതും പൊരുസാറിനുള്ള വേർപിരിയൽ എന്നുള്ള അർത്ഥത്തിൽ മോശമായിട്ട് തോന്നുക. കാരണം ന്യായത്തിന്റെ കാര്യത്തിൽ ഭട്ട് സാറ് അസാധാരണനായിരുന്നു. പൊരുസാറ് വ്യാകരണത്തിലും സാഹിത്യത്തിലും വേദാന്തത്തിലും എത്ര മാറ്റുള്ള മനുഷ്യനാണോ അതിനേക്കാൾ മാറ്റുണ്ടോ എന്ന് സംശയിക്കാവുന്ന മാറ്റ് രാമകൃഷ്ണ ഭട്ട് സാറിന് വാസ്തവത്തില് വേദാന്തത്തിലും ന്യായത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആരെയും ചെറുതാക്കി പറയുകയല്ല. പക്ഷെ ഭട്ട് സാറിന്റെയും ഈ പോറ്റി സാറിന്റെയും ഒക്കെ അവരുടെ അറിവ് നമ്മളുടെ ലോകത്തേക്ക് എത്രമാത്രം പ്രസരിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പലപ്പോഴും ആ ഗുരുക്കന്മാരെ നമ്മൾ കേട്ടതല്ലാതെ അവരുടെ അറിവിനെ നമ്മൾ പകർത്തി വെക്കാനോ അവർ ഉപദേശിച്ച മാർഗങ്ങളിലൂടെ എത്ര കണ്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തർക്കമുള്ള കാര്യമാണ്. ഒരു സാറ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് ആരെങ്കിലും അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, എന്നോട് പല മട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു അവധൂത ചര്യ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പല മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ 2 or 3 വർഷം കഴിഞ്ഞാൽ ഈ നാടും ഈ വീടും ഉപേക്ഷിക്കുമെന്നാണ്. ഞാൻ ഇന്ത്യയുടെ പ്രത്യേകിച്ച് കാശിയുടെ തീരങ്ങളിലേക്ക് യാത്രയാവും, ഒരിക്കലും പിന്നെ തിരിച്ചു വരില്ല ഈ കേരളത്തിലേക്കെന്ന് അദ്ദേഹം എന്നോട് 2 or 3 or 4 തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സങ്കടത്തോടു കൂടി കേട്ടിരുത്തിയിട്ടുമുണ്ട്. കാരണം പോറ്റി സാറിന്റെ ഉള്ളിലെ ആ അവധൂത ചര്യ അത് സംഭവിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, അത് സംഭവിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജഗന്നാഥ പണ്ഡിതരെ പോലെ തീരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലെ, ഷാജഹാന്റെ കാലത്ത് ഗംഗയുടെ സൈകതങ്ങളിൽ ഇരുന്ന് എങ്ങനെയാണോ ജഗന്നാഥന് സ്തുതികൾ പാടിയത്, അതുപോലെ നിഷ്കാമനായി, നിസ്സംഗനായി, നിരാസക്തനായി ഈ സൈകതങ്ങളിലൂടെ എനിക്കും യാത്ര ചെയ്യണമെന്ന് ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതൊന്നും സാധിച്ചില്ല. ഒരു വാനപ്രസ്ഥമോ ഒരു അവധൂത ചര്യയോ ഒരു ബോധിസത്വ ചര്യയോ എന്തുകൊണ്ടോ ഒരു സാറിന് സംഭവിച്ചില്ല. ഏതായാലും അദ്ദേഹവും ഒത്തുള്ള നിമിഷങ്ങൾ ഓരോന്നും ധന്യമായിരുന്നു. ഞങ്ങളവിടെ ഉള്ള സമയത്ത് മലയാളത്തിലെ NR ഗോപിനാഥപിള്ള സാറ് എല്ലാ ദിവസവും അവിടേക്ക് വരുമായിരുന്നു. അദ്ദേഹം എഴുതിയ ചെറിയ ചെറിയ കാരികകള് പോറ്റി സാറിനെ കാണിക്കും. എന്നെ കാണിക്കാനല്ല, പോറ്റി സാറിനെ കാണിക്കും. അത് അദ്ദേഹം ഉറക്കെ വായിക്കും. അങ്ങനെ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ NR ഗോപിനാഥപിള്ള സാറ് ഞങ്ങളുടെ കൂട്ടത്തിൽ സംഗമിക്കുമായിരുന്നു. എന്നോട് അദ്ദേഹം ചൊരിഞ്ഞ ഈ പിതൃസഹജമായ സ്നേഹം ഒരിക്കലും വിസ്മരിക്കത്തക്കതല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു അറിവിന്റെ ചെറിയ പ്രകാശങ്ങളാണ് നമ്മളെയൊക്കെ നയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പോറ്റി സാറ് കേരളത്തില് ഏറെ അംഗീകരിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവിന് അർഹിക്കുന്ന ഒരു ആദരവ് ലഭിച്ചോ എന്ന് പലപ്പോഴും സംശയമാണ്. തിരുപ്പതിയിലൊക്കെ പോറ്റി സാറ് ചെല്ലുമ്പോൾ അവിടുത്തെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭമതികളായ പണ്ഡിതന്മാര് അദ്ദേഹത്തെ സർവാത്മന ആദരിക്കുമായിരുന്നു. കേരളത്തിൽ നിന്ന് പോറ്റി സാറിനോടൊപ്പം ആദരവ് ലഭിച്ച മറ്റൊരു ഇക്കാലഘട്ടത്തിൽ പെട്ട മറ്റൊരു പണ്ഡിതൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രമാത്രം പോറ്റി സാറിനെ അവർ വിലമതിച്ചിരുന്നു. പക്ഷെ ആ ഒരു പാണ്ഡിത്യം അറിഞ്ഞുള്ള ആദരവ് പോറ്റി സാറിന് കേരളത്തിൽ ലഭിച്ചോ എന്ന് സന്ദേഹമുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം ഈ കേരളം വിട്ട് ഗംഗയുടെ സൈകതങ്ങളിലൂടെ പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പോറ്റി സാറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഗഹനമായ അറിവ് മാത്രമല്ല, അത് അതിലളിതമായി തന്റെ ശിഷ്യരിലേക്ക് പ്രസരിപ്പിക്കാനുള്ള ശേഷിയാണ്. ഞാൻ ഒരിക്കല് പോറ്റി സാറിന്റെ ഈ കഴിവിനെ പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നോട് മാളവികാസന്റെ കാളിദാസന്റെ ഉക്തിയാണ്. അതിതായിരുന്നു, സൃഷ്ടാക്രിയ കസ്യജിതാത്മസംസ്ഥ സംക്രാന്തിരന്യസ്യ വിശേഷയുക്ത യോഭയം സാധുത ശിക്ഷകാണാം ധുരിപ്രതിഷ്ഠാപൈതവ്യേവ. അതേ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ചില ആളുകളുടെ ഉണ്മയിൽ അസാധാരണമായ അറിവ് ഉറങ്ങിക്കിടപ്പുണ്ടാവും. അവര് ആരുമറിയാതെ മൗനത്തിന്റെ തലത്തിൽ അറിവിനെ ഉപാസിക്കുന്നുണ്ടാകും. പക്ഷെ അത് മാത്രം കൊണ്ട് കാര്യമില്ല. ചില ആളുകളിൽ അറിവ് അത്ര കണ്ടില്ലെങ്കിലും അതിമനോഹരമായി അവര് അവരുടെ ആശയങ്ങളെ വിശദീകരിക്കുന്നുണ്ടാവും, പ്രസരിപ്പിക്കുന്നുണ്ടാവും, സ്പന്ദിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ അറിവ് പലപ്പോഴും ഉപരിപ്ലവമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെ? പക്ഷേ
യസ്യോഭയം സാധു ശിക്ഷകാണാം. ഏതൊരു ഗുരുവിലാണോ ഈ അറിവിന്റെ ആഴവും അറിവിന്റെ ശിഷ്യരിലേക്ക് അർത്ഥവത്തായി പകരാനുള്ള ഒരു കഴിവും ഒരുപോലെ തിളങ്ങുന്നത്, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്നാണ് പോലീസാർ അന്ന് എന്നോട് പറഞ്ഞത്. ഈ രണ്ടും സാഹിത്യത്തിലും വേദാന്തത്തിലും ഈ വ്യാകരണത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ആ പരിപക്വമായ ആ ഒരു അവബോധ ഗഹനത കണ്ട് എപ്പോഴും വിസ്മയപ്പെട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരിക്കല് വേദാന്തത്തെ സംബന്ധിച്ച് ഞാനൊരു ചോദ്യം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. സാറേ, ഈ വേദാന്തികളും ഉത്തരം മുട്ടുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു. അന്ന് അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി, ഒരു ആശങ്കയോട് കൂടിയോ, ഞാൻ എന്ത് വിട്ടിതമായിരിക്കും ഇനി പറയാൻ പോകുന്നത് എന്ന് ഉള്ള മട്ടിൽ എന്നോട് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേദാന്തികൾക്ക് മറുപടി ഇല്ലാത്ത എത്രയോ സ്ഥലങ്ങൾ ഞാൻ പറയാം, സാറിന് മറുപടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ പറയൂ, ഒരെണ്ണം പറയൂ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ഇതാണ്, നിങ്ങൾ പറയുന്നില്ലേ ഈ അവിദ്യ അനാദിയാണെന്ന്, അതെങ്ങനെ പറയാൻ പറ്റും? കാരണം സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്നല്ലേ ചാന്തോക്യത്തിൽ ശ്വേതകേതുവിനോട് ഉദ്ധാരകൻ ഉപദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന് മുമ്പ് സത്ത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളത്, അന്ന് അവിദ്യ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഈ ദിത്വം ഉണ്ടായി? അതിത്വത്തിനൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ അതിനെ അനാദി എന്ന് അങ്ങ് പറഞ്ഞു വെക്കുന്നത്, അങ്ങയുടെ വേദാന്തം പറഞ്ഞു വെക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം എന്റെ നേരെ കുറെ നേരം നോക്കിയിട്ട് ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. അത് ഭർതൃഹരിയുടെ ശ്ലോകമായിരുന്നു. അതിതായിരുന്നു: ഉപായാഹ ശിക്ഷമാണാനാം. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഒരു അല്പം മൗനമായിട്ട് ഇരുന്നിട്ടാണ് ആ ശ്ലോകം ചൊല്ലിയത്. ഒരു മിനിറ്റോളം ഒന്നും മിണ്ടിയില്ല. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരു നിമിഷം കഴിഞ്ഞാണ് അദ്ദേഹം ആ ശ്ലോകം ചൊല്ലിയത്. ഉപായാഹ ശിക്ഷമാണാനാം ബാലാനാം ഉപലാളനാഹ അസത്യേ വർണ്ണനി സ്ഥിത്വാ തതസത്യം സമീഹതേ. അതിന്റെ അർത്ഥം ഇതാണ്: എന്റെ സന്തോഷേ, ഈ പറയുന്ന ഈ ഗ്രന്ഥങ്ങളിലെ വാക്കുകളൊക്കെ നിന്നെ പോലെയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് അതിന് ലക്ഷ്യങ്ങളൊന്നുമില്ല. നിന്റെ മുമ്പിൽ ഉപലക്ഷണങ്ങളാണ് ഈ കൃതികളെല്ലാം. അതിനപ്പുറം ഇത് സ്വരൂപ ലക്ഷണങ്ങളൊന്നുമല്ല. എന്തിനെ പറ്റിയാണോ പറയാൻ ശ്രമിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള വാദങ്ങളെയല്ല ഈ പറച്ചിലൊന്നും. വേദങ്ങൾ അവേദങ്ങളാകുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് അസത്യേ വർമ്മനിസ്തിത്വ, മിഥ്യയുടെ വഴികളിൽ ഇരുന്നുകൊണ്ട് സത്യത്തെ തേടിപ്പിടിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ ശാസ്ത്രങ്ങളും എന്ന് ചൊല്ലി അദ്ദേഹം എന്റെ മുമ്പിൽ നിശബ്ദനായിരിക്കുക ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വലിയൊരു മിഴിതുറക്കലായിരുന്നു അന്ന് നടന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഗഹനമായ ആ ശാസ്ത്രബോധത്തിനും ഉത്തരം മുട്ടുന്ന ചില പ്രതിസന്ധികള് ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ശരിക്കും അതാണ് ആചാര്യസ്വാമികൾ പോലും ഈശാവാസ്യത്തിന്റെ ഭാഷ്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്: ശാസ്ത്രങ്ങൾ അശാസ്ത്രങ്ങളാകും, വേദങ്ങൾ അവേദങ്ങളാകും. അപ്പൊ ഉപലക്ഷണങ്ങളാണെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ മറ്റൊരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. ആ തർക്കം ഇതായിരുന്നു: സാറേ, എങ്ങനെയാണ് ബ്രഹ്മത്തിന് സ്വരൂപലക്ഷണം പറയുക, ശരിയാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതല്ലേ ബ്രഹ്മത്തിന്റെ ലക്ഷണം. ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്നെങ്കിലും സ്വരൂപ ലക്ഷണമായിട്ട് അംഗീകരിച്ചാൽ പ്രശ്നം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വരൂപ ലക്ഷണം അതിന്റെ ആ വിശേഷത്തിന്റെ ആ സ്വരൂപത്തിന്റെ വിശേഷണമായാൽ പിന്നെ ദ്വൈത പ്രസക്തിയല്ലേ മാഷേ ഫലം, അദ്വൈതം ഹനിക്കപ്പെടുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എന്നെ വഴിതെളിച്ച മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, മധുസൂദന സരസ്വതിയുടെ ഒരാശയമാണ് എന്നോട് പറഞ്ഞത്. എന്റെ സന്തോഷേ, അത് സ്വരൂപ ലക്ഷണങ്ങളല്ല വാസ്തവത്തില്. അത് എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു, സത്യത്തിന്റെ അർത്ഥം എന്താണ് സാറേ എന്ന് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അസത്യമല്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചിത്തിന്റെ അർത്ഥം എന്താന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ജഡമല്ലെന്നേ അതിനർത്ഥമുള്ളൂ. ആനന്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് തിരഞ്ഞപ്പോൾ അനാനന്ദമല്ലെന്നേ അർത്ഥമുള്ളൂ എന്നാണ് അദ്ദേഹം ആലോചനാപൂർവ്വം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ പ്രൗഢമായ വേദാന്തവാദങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം അതൊക്കെ പറഞ്ഞത് എന്ന് തോന്നുമ്പോ, എന്നോട് അതൊക്കെ വെളിപ്പെടുത്താനായിട്ട് കാരുണ്യം കാണിക്കുമ്പോ ഞാൻ എത്ര വിനമ്രനായി തീരണം, എത്ര ഭാഗ്യവാനാണെന്ന് അഭിമാനിക്കണമെന്ന് തോന്നിപ്പോകാറുണ്ട്. ഒരിക്കല് അദ്ദേഹം തന്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി. ശൃംഗേരിയിലെ മഠത്തിൽ ഒരിക്കൽ ഒരു സദസ്സ് നടക്കാൻ, നിർത്തങ്ങളിൽ ഏത് നിമിഷം നിർത്താം,
ശൃംഗേരിയിലെ സദസ്സിൽ ഒരു വാക്യാർത്ഥം നടത്തുകയാണ്. അന്ന് അവിടുത്തെ ശങ്കരാചാര്യര് ആ വാക്യാർത്ഥ സദസ്സില് കേൾവിക്കാരനായിട്ടുണ്ട്. മുമ്പിലെ സിംഹാസനത്തില് അദ്ദേഹം ഇരിപ്പുണ്ട്. സാറാണ് അന്ന് വാക്യാർത്ഥം പറയുന്നത്. അന്ന് സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്നുള്ള ശങ്കരാചാര്യ സ്വാമിയുടെ ഉപോത്ഘാത ഭാഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി. അല്ലെ, നമുക്കൊക്കെ അറിയാമല്ലോ, യുഷ്മതസ്വ പ്രത്യേകോദരയോഹോ തമപ്രകാശവിരുദ്ധ സ്വഭാവയോഹോ ഉദരേതരഭാവ അനുഭവത്തു സിദ്ധായം എന്ന് പറഞ്ഞാണ് ആചാര്യസ്വാമികളുടെ ആ ഉപോദ്ഘാത ഭാഷ്യം തുടങ്ങുന്നത്. അതിന് ഇതിന്റെ ഇടയിലാണ് വരുന്നത് സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന്. അന്ന് എന്നോട് അദ്ദേഹം സ്നേഹത്തോടു കൂടി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അവിടുത്തെ ശങ്കരാചാര്യ സ്വാമികള് എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദ്യം ചോദിച്ചു. ഏത് അവിദ്യാവിലാസേന ഏതൊരു കൊണ്ടാണോ ഈ അന്വേഷിക്കുന്നത് എന്നല്ലേ ആചാര്യസ്വാമികൾ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് സാറേ, അല്ലെങ്കിൽ സാറനാറ്റിനെ വിളിച്ചത്, എങ്ങനെയായിരിക്കാം ഈ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസക എന്ന അഭ്യാസത്തിന്റെ ലക്ഷണം സംഗമിക്കുക, അത് എങ്ങനെയാണ് യോജിക്കുക എന്ന് എന്നോട് ആചാര്യസ്വാമികൾ ചോദിച്ചപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി എന്നാണ് പോറ്റി സാർ പറഞ്ഞത്. എന്തു പക്ഷെ ഒന്ന് മിണ്ടാതെ ഇരുന്നു പോയി സന്തോഷം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് എനിക്ക് ഗുരുകാരുണ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതെന്ന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ അന്നത്തെ ശങ്കരാചാര്യോട് മറുപടി പറഞ്ഞു, അധ്യാസവും ഒന്നാണോ അതോ രണ്ടാണോ എന്ന ചോദ്യം ആചാര്യ ഉള്ളിൽ ചോദിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ പറഞ്ഞത് അവിദ്യ കാരണവും അഭ്യാസം കാര്യവുമാണെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. വളരെ സന്തുഷ്ടനായി എന്നോട് അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം അറിയിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് പലപ്പോഴും നമുക്ക് ദിശാസൂചകമായിട്ട് വിമുഖങ്ങൾ തുറക്കുന്ന ഒരുപാട് അനുഭവങ്ങള് അദ്ദേഹം എന്താ, അതായത് ഓരോ